സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ അതിഥിയായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മുടെ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ ഒരു കൂട്ടം യുവാക്കൾ നടത്തിയ സമരം, അതിന് പാറ്റ സമരമെന്നോ അല്ലെങ്കിൽ കോക്രോച്ച് പാർട്ടി സമരമെന്നോ ഏതായാലും ആ സമരത്തെ സർക്കാർ കണ്ടു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു മോദി മുട്ടുമടക്കി, മോദി തോറ്റു എന്ന്. സാർ, യഥാർത്ഥത്തിൽ എന്താണ് മോദി ഇതിലൂടെ ചെയ്തത്? മോദി തോൽക്കുകയായിരുന്നു. വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ് അങ്ങ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ആഘോഷിക്കപ്പെടുന്നതിൽ മോദിജിയുടെ പരാജയമാണ്. നരേന്ദ്രമോദി പാർട്ടികളുടെ മുമ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ നടക്കുന്ന പ്രചാരണം. എന്നാൽ നരേന്ദ്രമോദി ഇവിടെ എന്താണ് ചെയ്തത്? ഞാനത് വളരെ ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ പെട്ടെന്ന് സൂചിപ്പിക്കാം. നമ്മളൊരു വിദേശ യാത്രയ്ക്ക് വേണ്ടി എയർപോർട്ടിലേക്ക് പോകാൻ നമ്മൾ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് നമ്മുടെ ബാഗൊക്കെ എടുത്ത് കാറിലേക്ക് കയറാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാറിലേക്ക് നടക്കുന്ന വഴിയിൽ ഒരു ചിലന്തി വല മുഖത്തിന് നേരെ വന്നു എന്നിരിക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ ചിലന്തി വല മുഖത്ത് തട്ടാതെ ഒന്ന് കുനിഞ്ഞങ്ങ് കടന്നു പോകും, അത്രേ ഉള്ളൂ. കാരണം എന്താണ്? വിദേശത്തേക്ക് പോകണം, എയർപോർട്ടിൽ ചെല്ലണം, ഫ്ലൈറ്റ് മിസ്സാവരുത്, വലിയ വലിയ കാര്യങ്ങളാണുള്ളത്. അതിനിടയ്ക്ക് ഒരു ചിലന്തിയോട് യുദ്ധം ചെയ്യാൻ നിന്ന് ചിലന്തി വല നശിപ്പിക്കാനൊക്കെ പോയാൽ സമയവും പോകും, ആകെപ്പാടെ വൃത്തികേടാവുകയും ചെയ്യും. ഇതുപോലെ ഒരു കാര്യമാണ് നരേന്ദ്രമോദി ചെയ്തത്. അതായത് നരേന്ദ്രമോദിക്ക് മുമ്പിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. 2047 ലോകത്തിന്റെ 1-ാം സ്ഥാനത്ത് ഭാരതത്തെ എത്തിക്കണം. അതിനു മുമ്പ് നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്നാൽ അതിന് നരേന്ദ്രമോദിയെ അനുവദിക്കരുത് എന്ന് ശാഠ്യം പിടിക്കുന്ന വാശിയുള്ള ചൈനയും പാകിസ്ഥാനും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ മോദിജിയെ നശിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് പാറ്റ സമരം. ഇവിടെ ഡൽഹിയിൽ വൻ അക്രമം അഴിച്ചുവിടാൻ വേണ്ടി മോദി വിരുദ്ധ, ഇന്ത്യ വിരുദ്ധ എല്ലാ ശക്തികളും ഒന്നിച്ചുകൂടി പാറ്റകൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് 3000-ലധികം വരുന്ന ക്രിമിനലുകളുടെ ഒരു വലിയ സംഘം തന്നെയാണ് ഈ അക്രമ സമരം അഴിച്ചുവിട്ടത് എന്നുള്ളത് പോലീസ് റെക്കോർഡിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അതിലെ ഓരോ കുറ്റകൃത്യങ്ങളിലും പെട്ടവർ എത്ര എന്നുള്ളതിന്റെ കണക്കൊക്കെ ഡൽഹി പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ആവർത്തിച്ച് സമയം കളയുന്നില്ല. എന്തായാലും വളരെ ക്രിമിനൽ റെക്കോർഡുള്ള 2900-ഓളം ക്രിമിനലുകൾ കൃത്യമായിട്ട് അവിടെ വന്നിരുന്നു എന്നുള്ളത് അവരുടെ ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ കൊണ്ട് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെയാണ് സമരം ചെയ്തത്. ആ സമരത്തിൽ വിളിച്ച മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ജമ്മു കാശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്തു കളയുക, അതുപോലെ രാജ്യത്തെ പല കഷണങ്ങളായി വെട്ടിമുറിക്കുക, ഇങ്ങനെയുള്ള പ്രകോപിതമായ മുദ്രാവാക്യങ്ങളായിരുന്നു വിളിച്ചിരുന്നത്. അള്ളാഹു എന്ന നാമം മാത്രം അവശേഷിക്കും. അങ്ങനെയുള്ള ഇസ്ലാമിക തീവ്രവാദ മുദ്രാവാക്യങ്ങളും ധാരാളമായിട്ടുണ്ടായി. ഏറ്റവും അവസാനം പാറ്റ പാർട്ടിക്ക് തന്നെ പറയേണ്ടി വന്നു ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വലിയ അക്രമം തടയുക എന്നുള്ളതായിരുന്നു മോദി മുട്ടുമടക്കിയതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിന്റെ സ്ട്രീറ്റോക്രസി. പാർലമെന്റിനകത്ത് കയറാതെ ഒരാഴ്ചക്കാലം തെരുവിൽ യുദ്ധം ചെയ്യാനാണ് മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് തുനിഞ്ഞത്. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. പാർലമെന്റിലേക്ക് പോയില്ല, പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. പാർലമെന്റിൽ വെച്ച് എത്ര വേണമെങ്കിലും ചർച്ച ചെയ്യാൻ ഈ വിഷയത്തിന് സമയം തരാമെന്ന് പറഞ്ഞപ്പോൾ ചർച്ചയില്ല. മറിച്ച് തെരുവ് യുദ്ധത്തിന് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ കണ്ടത്. ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവും അവരുടെ പാർട്ടിയും ചെയ്യാവുന്ന കാര്യമല്ല. മൂന്നാമത്, അർബൻ നക്സലുകളും മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കി. പക്ഷെ അർബൻ നക്സലുകൾ ഇപ്പോഴും ഇന്ത്യയിൽ സജീവമാണ്. അവരും ഈ സമരത്തിൽ ഉണ്ടായിരുന്നു, പരസ്യമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവര് വീണ്ടും പുനരുജ്ജീവിക്കാതിരിക്കേണ്ടതും മോദിജിയുടെ ആവശ്യമാണ്. പിന്നെ സർജിൽ ഇമാം, ഉമർ ഖാലിദ് ഇങ്ങനെയുള്ളവരെയൊക്കെ വിട്ടയക്കണമെന്നുള്ള മുദ്രാവാക്യവും ഈ നീറ്റ് പരീക്ഷയുടെ സമരത്തിൽ മുഴങ്ങി. ഞാൻ ചോദിക്കട്ടെ, നീറ്റ് പരീക്ഷയുടെ സമരവും സർജിൽ ഇമാമും ഉമർ ഖാലിദും തമ്മിൽ എന്താ ബന്ധം? ഈ നീറ്റ് പരീക്ഷയും
370 വകുപ്പും തമ്മിൽ എന്താ ബന്ധം? അപ്പോ കട്ടിംഗ് സൗത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയെ രണ്ടായിട്ട് സൗത്ത് ഇന്ത്യയെ നോർത്ത് ഇന്ത്യ ആയിട്ട് മുറിക്കണമെന്ന് പറഞ്ഞ നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു. അത് നീറ്റ് പരീക്ഷയായിട്ട് എന്താ ബന്ധം? 370 വകുപ്പ് എടുത്തു കളഞ്ഞത് പുനഃസ്ഥാപിക്കണം, കാശ്മീരിനെ സ്വതന്ത്രമാക്കണം എന്ന് പറഞ്ഞ മുദ്രാവാക്യവും അവിടെ ഉണ്ടായിരുന്നു. അത് നീറ്റ് പരീക്ഷയും തമ്മിൽ എന്താ ബന്ധം? FCRA കർശനമാക്കിയതിന്റെ എതിരെ സമരം ചെയ്തവർ വരിവരിയായിട്ട് വന്ന് അവരുടെ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ ഈ സമരരംഗത്ത് പിന്തുണ കൊടുത്തു. FCRAയും നീറ്റ് പരീക്ഷയും തമ്മിൽ എന്താ ബന്ധം? അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ഏതാണ്ട് അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും ഈ രംഗത്ത് വന്ന് പരമാവധി അക്രമത്തിന് പ്രോത്സാഹനം കൊടുത്തു. എന്താണ് ബന്ധം? ഇസ്ലാമിക ഭീകര സംഘടനകൾ വൻതോതിൽ പണം അയച്ചു കൊടുത്തു, ഭക്ഷണം അയച്ചു കൊടുത്തു, ആൾക്കാരെ അയച്ചു കൊടുത്തു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഈ പറഞ്ഞ ഇസ്ലാമിക തീവ്രവാദ ആൾക്കാര് ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. കേരളത്തിൽ നിന്ന് തന്നെ 1500 പേരോളം പോയി. മലപ്പുറത്ത് നിന്നും അതേപോലെ വയനാട്ടിൽ നിന്നും ഒക്കെ പോയ ഇസ്ലാമിക തീവ്രവാദികൾ ഇത് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന അന്തിമ യുദ്ധമാണ്, സ്വർഗരാജ്യം ഇതാ വരാൻ പോകുന്നു, അവര് പാറ്റയുടെ രൂപത്തിലാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് മലയാളത്തിൽ നമ്മൾ കേട്ടു. മനോരമ ചാനൽ ഇത് സംപ്രേഷണം ചെയ്തു, പിന്നീട് പിൻവലിച്ചെങ്കിലും. ഇതിന്റെ എല്ലാം പിന്നിൽ നൂറുകണക്കിന് കോടി രൂപയുടെ ഡോളറിന്റെ വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഗംഭീരമായി കളിച്ചു. ഞാനിപ്പോൾ ഇവിടെ എണ്ണി പറഞ്ഞത് 10 കാര്യങ്ങളാണ്. ഇതിനോടൊക്കെ ഏറ്റുമുട്ടി ഭാരതത്തിന്റെ പുരോഗതി തടസ്സപ്പെടാതിരിക്കാൻ ഏറ്റവും എളുപ്പ മാർഗം എന്താണ്? ഈ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കുന്തമുന, ചോദ്യത്തിന്റെ കുന്തമുന ഒടിക്കുക. എന്തായിരുന്നു ചോദ്യത്തിന്റെ കുന്തമുന? പ്രധാൻ രാജിവെക്കണം, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. BJPക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അധികാരമെന്ന് പറയുന്നത് വലിയ ഒരു ലക്ഷ്യമൊന്നുമല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ആയിരുന്നവർ ഉപമുഖ്യമന്ത്രിയാകാൻ തയ്യാറാണ്, ഒന്നുമല്ലാതിരുന്നവർ മുഖ്യമന്ത്രി ആകാൻ തയ്യാറാണ്, ഇന്ന് മന്ത്രിയായിരിക്കുന്നവർ ഒന്നും അല്ലാതാകാൻ തയ്യാറാണ്. ഇതൊക്കെ BJPയിൽ സ്വാഭാവികമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, അതോടെ സമരം നിർത്തേണ്ടി വന്നു. അപ്പോൾ ഇതിന്റെ പിന്നിൽ മോദിജിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇപ്പോൾ ഞാൻ പറഞ്ഞ 10 പോയിന്റുകൾ പോലെ മറ്റൊരു 10 ലക്ഷ്യങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനുണ്ടായിരുന്നു. അതിലൊന്നാമത്തേത് FCRA അമെന്റ്മെന്റ് നടപ്പാക്കി രാജ്യത്തേക്കുള്ള പണമൊഴുക്ക്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും വിധ്വംസക പ്രവർത്തനങ്ങൾക്കും മതപരിവർത്തനത്തിനും വേണ്ടിയുള്ള പണമൊഴുക്ക് നിർത്തുക. രണ്ടാമത്തേത് ഡീലിമിറ്റേഷൻ, പാർലമെന്റ് മണ്ഡലങ്ങളുടെയും അസംബ്ലി മണ്ഡലങ്ങളുടെയും ഡീലിമിറ്റേഷൻ, മണ്ഡല പുനർനിർണയം, അത് സുഗമമായി നടത്തുക. മൂന്നാമത്തേത് വനിതാ ബില്ല് പാസാക്കിയെടുത്ത് അത് നടപ്പാക്കുക. നാലാമത്തേത് യൂണിഫോം സിവിൽ കോഡ് പല സംസ്ഥാനങ്ങളിലും കൊണ്ടുവന്നു, അത് ഇന്ത്യ മുഴുവൻ നടപ്പാക്കുക. അഞ്ചാമത്തേത് 1 നേഷൻ 1 ഇലക്ഷൻ എന്ന രീതിയിലുള്ള വലിയൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനുള്ള രാഷ്ട്രീയ പിന്തുണ നേടിക്കൊണ്ട് അത് നടപ്പാക്കുക. ആറാമത്തേത് പെട്രോളിന് ഡീസലിനൊക്കെ ബദലായിട്ടുള്ള ഇന്ധനങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അത് ഹൈഡ്രജൻ ആണെങ്കിലും അത് എഥനോൾ ആണെങ്കിലും ഫലത്തിൽ പ്രായോഗികമാക്കി കൊണ്ടുവന്നാൽ നമ്മുടെ ക്രൂഡ് ഓയിൽ ഡിപ്പെൻഡൻസി കുറയ്ക്കാം, സാമ്പത്തികമായിട്ട് വലിയ നേട്ടമുണ്ടാവും. അതുപോലെ ഏഴാമത്തേത് ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി പാസ്സാക്കിയിട്ടുണ്ട്, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇന്ത്യൻ കറൻസി ആഗോള കറൻസി ആക്കി മാറ്റണം. അമേരിക്കൻ ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സാമ്പത്തിക വ്യവസ്ഥയെ പൊളിച്ചെഴുതാനും ഇന്ത്യക്ക് ഇന്ന് കരുത്തുണ്ട്. ഏതാണ്ട് 36 രാജ്യങ്ങളുമായി ഇന്ത്യൻ കറൻസിയിൽ നമ്മൾ ഇടപാടുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഇന്ത്യൻ കറൻസിയെ ഡെവലപ്പ് ചെയ്യണം. 9ാമത്തെ കാര്യം ബദൽ വ്യാപാര സഖ്യങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ നമുക്കറിയാമല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ അമേരിക്കൻ ഉപരോധം ഏർപ്പെടുത്തുക. ഇതിന്റെ കാരണം എന്താണ്? ലോകം മുഴുവനുള്ള രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിട്ട് വേണം രാജ്യങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ. പക്ഷെ ഭാരതം അമേരിക്കയ്ക്ക് ബദലായി മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടും ആഭ്യന്തര ഉപയോഗം വർദ്ധിപ്പിച്ചുകൊണ്ടും ഈ പറയുന്ന അമേരിക്കൻ ത്രെട്ട്, അമേരിക്കൻ ഭീഷണിയെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിനെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 10ാമത്തെ കാര്യം ചൈനയുടെ പ്രതിരോധത്തെ പ്രതിരോധിക്കുക. ചൈന നമ്മളെ പ്രതിരോധ രംഗത്തും വാണിജ്യ വ്യാപാര രംഗത്തും സകല മേഖലയിലും ഇന്ത്യക്ക് ഒരു തടസ്സമാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇവിടെ എണ്ണി പറഞ്ഞ 10 ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അതിനു മുമ്പ് പറഞ്ഞ 10 കാര്യങ്ങളെ കോംപ്രമൈസ് ചെയ്താൽ പോലും ഇന്ത്യയുടെ പുരോഗതി, അതിന്റെ മുന്നിൽ മന്ത്രിയോ അധികാരമോ ഒന്നും BJPക്കും നരേന്ദ്രമോദിക്കും പ്രശ്നമേ അല്ല. അതുകൊണ്ട് വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് നരേന്ദ്രമോദി എടുത്തത്. ഇതുകൊണ്ട് ആർക്കാ നഷ്ടം പറ്റിയത്?
പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഉരുട്ടിക്കെട്ടി കൊണ്ടുവന്നത് ജൻസി വിപ്ലവത്തിലൂടെ ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാമെന്ന് വിദേശ ശക്തികൾ കരുതിയത്, ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പല സംഘടനകളും തലപൊക്കി വന്ന് ഈ സമരരംഗത്ത് തല കാണിച്ചത്. ഇതില് എനിക്ക് ഏറ്റവും രസകരമായി തോന്നുന്ന ഒരു കാര്യം, ഭഗവാൻ കൃഷ്ണനും ജരാസന്ധനും തമ്മിലുള്ള ഒരു കഥയുണ്ട്. ജരാസന്ധൻ 17 തവണ കൃഷ്ണനെ ആക്രമിച്ചു. 17 തവണയും ജരാസന്ധന്റെ സൈന്യത്തെ മുഴുവൻ കൊന്നിട്ട് ജരാസന്ധനെ ജീവനോടെ വിട്ടയച്ചു. 17 തവണയായപ്പോ സഹോദരൻ ബലരാമന് ദേഷ്യം വന്നു. അദ്ദേഹം കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ നീ എന്ത് മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്? 17 തവണ അവനെ വിട്ടയച്ചു. അവൻ പോയി പിന്നെ ശത്രുക്കളെ എല്ലാം കൂട്ടി വന്ന് നിനക്കെതിരെ യുദ്ധം ചെയ്യുക. പിന്നെ നമ്മൾ ഇവരെയൊക്കെ നേരിടാൻ പോകണ്ടേ? അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി ഇതാണ്, ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം ഓരോ തവണയും ജരാസന്ധൻ തോറ്റു മടങ്ങുമ്പോൾ എനിക്കെതിരായിട്ടുള്ള, അതായത് കൃഷ്ണനെതിരായിട്ടുള്ള, ദ്വാരകയ്ക്കെതിരായിട്ടുള്ള സകല ശത്രുക്കളെയും ഒന്നിച്ചു കൂട്ടി വീണ്ടും യുദ്ധത്തിന് വരും. അപ്പോൾ നമുക്ക് പണി എളുപ്പമായി. നമ്മുടെ മണ്ണിൽ വെച്ച് നേരിട്ട് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാമല്ലോ. നേരെ മറിച്ച് ലോകമെമ്പാടുമുള്ള കൃഷ്ണ വിരോധികളെയും ദ്വാരകാ ശത്രുക്കളെയും തേടിപ്പിടിച്ച് വലിയ സൈന്യത്തെയും കൊണ്ട് അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്ന് തരുന്നത്. അതുകൊണ്ടാണ് ജരാസന്ധനെ ഞാൻ വിട്ടയക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഉള്ള ഒരു തന്ത്രമാണ് ഇവിടെ നരേന്ദ്രമോദി സ്വീകരിച്ചത്. സർ, ഇത്തരത്തിൽ 10 ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 10 ലക്ഷ്യങ്ങളിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ ഒരു ഭയമാണോ? രാജ്യത്ത് ഇന്നുവരെ ഇല്ലാത്ത ഒരു പ്രതിപക്ഷ പാർട്ടി, അല്ലെങ്കിൽ പോട്ടെ ഇന്നുവരെ ഇല്ലാത്തൊരു യുവജന സംഘടന, പേരിൽ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് സംശയം ഉണ്ടാകുന്ന തരത്തിലൊരു പേര്, ഒരു കൂട്ടം യുവാക്കൾ. അപ്പോൾ അവരെ മുന്നോട്ട് ഇറങ്ങേണ്ടി വന്നു. കോൺഗ്രസ്സിന് അതുവരെ കോൺഗ്രസ് എവിടെ പോയിരുന്നു? കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടി എവിടെ പോയിരുന്നു? ഇവിടുത്തെ പ്രതിപക്ഷം എവിടെ പോയിരുന്നു? ഒരു പ്രതിപക്ഷം തന്നെ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ എവിടെയോ ഉണ്ടായിരുന്ന ഒരു കൂട്ടം യുവാക്കൾ വരുന്നു, അവരുടെ പിറകിൽ ഇവർ നിരക്കുന്നു. അപ്പോൾ അത്രയും അധപ്പതിച്ച രീതിയിൽ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷം തന്നെ ഇല്ലേ എന്നല്ലേ ഇതിലൂടെ നമുക്ക് ചോദിക്കാനുള്ളത്? തീർച്ചയായിട്ടും ആ ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. പ്രതിപക്ഷത്തിന്റെ ശൂന്യത, പ്രതിപക്ഷം ഇല്ലാതായ ഒരവസ്ഥയിലാണ് പാറ്റകൾ കടന്നു കയറുന്നത്. നമ്മൾ അങ്ങനെയാണല്ലോ, വീട് അടുക്കിപ്പെറുക്കി വൃത്തിയാക്കിയൊക്കെ വെക്കാതെ കുറെ ദിവസം അടച്ചിട്ടേച്ച് വന്ന് തിരിച്ചു കയറിയാൽ മൊത്തം പാറ്റ ആയിരിക്കല്ലേ. അത് തന്നെയാണ് പ്രതിപക്ഷത്തിന് സംഭവിച്ചത്. പ്രതിപക്ഷത്തിന് ഐക്യമില്ല, പ്രതിപക്ഷത്തിന് നേതാവില്ല, പ്രതിപക്ഷത്തിന് അജണ്ട ഇല്ല, പ്രതിപക്ഷത്തിന് ലക്ഷ്യമില്ല, പ്രതിപക്ഷത്തൊന്നുമില്ല. ഒരു കമ്മിറ്റി കൂടാൻ പോലും സാധിക്കുന്നില്ല. പ്രതിപക്ഷ പാർട്ടികളുടെ ഓഫീസുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ വന്നിട്ട് ക്രിയാത്മകമായ ഒരു ചോദ്യം പോലും ചോദിക്കുന്നില്ല, ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. പാർലമെന്റ് സമ്മേളനം തുടർച്ചയായിട്ട് ഒരാഴ്ചക്കാലം തടസ്സപ്പെടുത്തുന്നു. ഇതൊക്കെ വരുമ്പോ പ്രതിപക്ഷത്തിന് വലിയ വാക്വം രൂപപ്പെടുകയാണ്. ആ വാക്വം ഫില്ല് ചെയ്യുകയാണ് പാറ്റകൾ ചെയ്തത്. തീർച്ചയായിട്ടും പാറ്റകൾ എന്നുള്ള വാക്ക് വളരെ അന്വർത്ഥമാണ്. അങ്ങേയറ്റം വൃത്തിഹീനമായും അലങ്കോലമായും ഒന്നും ചെയ്യാതെയും കിടക്കുന്ന സ്ഥലങ്ങളിലാണല്ലോ പാറ്റകൾ പിടിമുറുക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ പ്രതിപക്ഷത്തിന്റെ സാധ്യതകളിലാണ് പാറ്റ വീണിരിക്കുന്നത്. സത്യം പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ കഞ്ഞിയിൽ വീണിരിക്കുന്നു പാറ്റ എന്നുള്ളതാണ് വ്യക്തം. ഏതായാലും സർ, ഈ 10 ലക്ഷ്യങ്ങൾ താങ്കൾ പറഞ്ഞതിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള വസ്തുത എന്ന് മനസ്സിലാക്കട്ടെ. പിന്നെ താങ്കൾ പറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉദാഹരണവും ഒരു മികച്ച ഉദാഹരണമാണ്. അതും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അങ്ങ് വ്യക്തമാക്കി. നന്ദി വിഷയത്തിൽ പ്രതികരിച്ചതിൽ. താങ്ക് യു സാർ. താങ്ക് യു.